ദീദി പ്ലീസ് പ്ലീസ്, എന്റെ വയറ്റിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കുഞ്ഞുണ്ട്, എന്നെ അടിക്കരുത് പ്ലീസ് ദീദി. ഗായത്രി, ഒന്നും സംഭവിക്കില്ല. മോളെ എന്തിനാ നീ നിലത്തിരിക്കുന്നത്? വിഷമിക്കണ്ട. ഒന്നും പറ്റില്ല മോളെ. എന്തിനാ ഗായത്രിയെ മോളെ എന്ന് വിളിക്കുന്നത്? രുദ്ര, രുദ്ര, ഞാനല്ലേ നിന്റെ ഭാര്യ. എന്നെ അമ്മ എന്തിനാ ഗായത്രിയെ മോളെ എന്ന് വിളിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? പ്ലീസ് ടെൽ മീ. എന്തിനാ അവനോട് ചോദിക്കുന്നത്? ഞാൻ തന്നെ പറയാം. നീ ആണ് നമ്മുടെ വംശം തുടരാൻ കഴിയാത്തൊരു സ്ത്രീ. അവൾ എന്ത് തരത്തിലുള്ള മരുമകളാണ്? ഒരവകാശിയെ ആര് തരുന്നോ അവളാണ് എന്റെ മരുമകൾ. രുദ്ര, ഗായത്രിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് നിന്റെതാണോ? അതെ, ഇനി മുതൽ ഗായത്രി എന്നോടൊപ്പം തന്നെയായിരിക്കും. എനിക്ക് നിന്റെ ഡിവോഴ്സ് വേണം. രുദ്രയുടെ മറുപടി കേട്ടപ്പോൾ അന്തരയുടെ ഉള്ളം തകർന്നുപോയി. അവൾക്ക് അമ്മയാകാൻ കഴിയില്ല എന്നൊരു കാരണത്താൽ മാത്രം സ്വന്തം സഹോദരി തന്നെ തന്റെ കോ വൈഫായി മാറി. സ്വന്തം ഭർത്താവ് തന്നെ അവളെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായി. നീയൊരു നാണമില്ലാത്ത സ്ത്രീയാ. നിനക്ക് ലജ്ജയില്ലേ? സ്വന്തം സഹോദരിയുടെ വീട് തകർക്കാൻ പോലും മടിയില്ലല്ലോ നിനക്ക്. ഷെയിംലെസ്. ഞാനും അങ്കിളും ചേർന്ന് നിന്നെ വളർത്തിയതും നിന്റെ ഭാവി നല്ലതാകാൻ എബ്രോഡ് അയച്ച് പഠിപ്പിച്ചതും എല്ലാം നീ മറന്നോ? നിന്റെ ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടിയായിരുന്നു അതെല്ലാം. അതിനുവേണ്ടി ഞാൻ എന്റെ യൗവനം പോലും വേണ്ടെന്ന് വെച്ചു. ഇപ്പോ നിന്റെ യൗവനം കാണിച്ച് എന്റെ വീട് തകർക്കാനാണോ നീ ശ്രമിക്കുന്നത്? എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇതൊക്കെ ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞതാണോ? നീ വലിയ ത്യാഗി ചമയുന്നു. എന്റെ പാരന്റ്സ് ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണ്. എന്റെ തല പൊട്ടുന്നത് പോലെ വേദനിക്കുന്നു. നിന്റെ ഈ മെലോഡ്രാമ ഒന്ന് നിർത്താമോ? ഡ്രാമ മതി, കുറെ നേരമായി. ഇനി ഗായത്രിക്ക് നിന്നെ കൊണ്ട് വല്ല സ്ട്രെസ്സും വന്നാ എന്റെ തനി സ്വഭാവം നീ അറിയും. ഡിവോഴ്സ് പേപ്പേഴ്സ് ഫയൽ ചെയ്യുന്നത് വരെ നിന്റെ സാധനങ്ങൾ എടുത്ത് സെർവന്റ് റൂമിലേക്ക് മാറി താമസിക്കുക. ഗായത്രിയെ നീ തന്നെ നോക്കിക്കോണം, മനസ്സിലായോ? അല്ലേ അമ്മേ? അതെ മോനെ, ശരിയാണ്. നമ്മുടെ വംശം മുന്നോട്ട് കൊണ്ടുപോകുന്ന മരുമോളെ നോക്കുന്നതിൽ ഒരു കുറവും വരരുത് എന്നുകൂടി അവളോട് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ ഞാൻ അവളെ വിട്ടേക്കില്ല. ഒരു സ്ത്രീയായിട്ട് മറ്റൊരു സ്ത്രീയോട് എങ്ങനെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാൻ കഴിയുന്നു? എനിക്ക് അമ്മയാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ IVF സഹായം എടുത്താൽ മതിയായിരുന്നില്ലേ? അതിനായി എന്റെ കുടുംബം തകർക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മ, ഞാനിപ്പോൾ ഗായത്രിക്കായി അതേ പ്രാർത്ഥന തന്നെ ചെയ്യും. വംശത്തിന് അവകാശി വേണമെന്ന് അവൾ സ്വപ്നം കാണുന്നുണ്ടല്ലോ. ആ സ്വപ്നം ഒരിക്കലും നിറവേറാതിരിക്കട്ടെ. മതി, ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. ഇപ്പൊ തന്നെ നിന്റെ സാധനങ്ങൾ എടുത്ത് സെർവന്റ് റൂമിലേക്ക് മാറിപ്പോ, മനസ്സിലായോ? രുദ്ര, രുദ്ര, ഞാൻ നിന്റെ ഭാര്യയാണ്. ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നത് വരെ മാത്രം. വരൂ, ഇവിടുന്ന് പോവാം. ഇങ്ങനെ പറഞ്ഞ രുദ്ര അന്തരയെ അവഗണിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. കുഞ്ഞു പ്രായം മുതൽ തന്നെ അന്തര വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു. അവളുടെ അമ്മ വളരെ നേരത്തെ മരിച്ചുപോയിരുന്നു. പക്ഷെ അവളുടെ അങ്കിൾ ഒരിക്കലും അവൾക്ക് അമ്മയുടെ അഭാവം തോന്നാൻ ഇടയാക്കിയില്ല. വീട്ടിലെ ഒരു ചെറിയ മുറിയിൽ കനത്ത ദാരിദ്ര്യത്തിലാണ് അവൾ തന്റെ ബാല്യം ചിലവഴിച്ചത്. അങ്കിളിന്റെ മകൾ ഗായത്രിയുടെ പഠനം ബാധിക്കാതിരിക്കാനായി അന്തര തന്റെ സ്വന്തം പഠനം പോലും നിർത്തി. എന്നാൽ ഗായത്രി എല്ലായ്പ്പോഴും അവളെ പരിഹസിക്കുകയും അവമതിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അന്തരയുടെ ജീവിതത്തിൽ ദിവസേന വിഷം കലർത്താൻ ഗായത്രി വിവാഹം പോലും കഴിക്കാതെ തന്നെ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഇനി അന്തരയുടെ ഓരോ രാവിലെയും അപമാനങ്ങളോടെയാണ് തുടങ്ങുന്നത്. രുദ്ര ബേബി, രുദ്ര ബേബി, എന്റെ തൊണ്ട വളരെ ഉണങ്ങിയിരിക്കുന്നു. അന്തര, പോയി ഗായത്രിക്കുള്ള ജ്യൂസ് കൊണ്ടുവാ. ഗായത്രിയുടെ മുഖം കീറി തള്ളണമെന്ന തോന്നൽ അന്തരയ്ക്കുണ്ടായി. പക്ഷെ ഗായത്രിയുടെ പ്രഗ്നൻസിയും രുദ്രയുടെ കോപവും ഓർത്തപ്പോൾ അവൾ ജ്യൂസ് എടുക്കാൻ ശാന്തമായി കിച്ചണിലേക്ക് പോയി. ഈ ജ്യൂസ് ആർക്കാ കൊണ്ടുപോകുന്നത്? മമ്മി, ഇത് ഗായത്രിക്കാ കൊണ്ടുപോകുന്നത്. അതവിടെ വെക്ക്, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ജ്യൂസിലേക്ക് വിഷം കലർത്തിയിട്ടുണ്ടോന്ന് ആര് കണ്ടു? എന്റെ പേരക്കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ച ദിനു, ഈ ജ്യൂസ് ഗായത്രിക്ക് കൊടുക്ക്. മമ്മി, ഞാൻ എത്ര ശ്രമിച്ചിട്ടും രുദ്രയുടെ മനസ്സ് നേടാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ ഒരിക്കലും എന്റെ അടുത്ത് പോലും വരുന്നില്ല. അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, നിന്നെപ്പോലെ അക്ഷരാഭ്യാസം ഇല്ലാത്ത പെണ്ണിന്റെ അടുത്തേക്ക് എന്റെ നായ പോലും വരില്ല. സൗന്ദര്യം എന്താണെന്ന് പോലും നിനക്കറിയില്ല. അതിനൊക്കെ നിന്റെ ചെറിയ സഹോദരിയെ കണ്ട് പഠിക്കണം.
എന്റെ അമ്മായിയപ്പൻ എന്ത് കണ്ടിട്ടാണാവോ എന്റെ മകനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചത്. പാവം എന്റെ രുദ്രയുടെ ജീവിതം നശിപ്പിച്ചു. ഗ്രാമത്തിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇത്ര വലിയ വീട്ടിലിരുത്തി. കുറച്ചു ദിവസങ്ങൾ കൂടി, പിന്നെ രുദ്ര നിന്നെ ഡിവോഴ്സ് ചെയ്ത് ഗായത്രി മോളെ വിവാഹം കഴിക്കും. എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നത്? ആ ഫിനായിലെടുത്ത വീട് മുഴുവൻ ക്ലീൻ ചെയ്. മുഴുവൻ വീട് വൃത്തിയാക്കി കഴിഞ്ഞ് ഒരവസരം കിട്ടിയതും അന്തര രുദ്രയെ കാണാൻ അവന്റെ റൂമിലേക്ക് പോയി. പക്ഷേ രുദ്ര ഗായത്രിയുടെ കൈ ചുംബിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. എങ്കിലും ധൈര്യം കൂട്ടി അന്തര രുദ്രയോട് പറഞ്ഞു, രുദ്ര, നമ്മൾ തമ്മിലുള്ള ആ രഹസ്യം നിനക്ക് നന്നായി അറിയാം. അതിനുശേഷവും നീ ഗായത്രിയെ വിവാഹം കഴിക്കാൻ പോവുകയാണോ? നിന്റെ ചതികളിൽ നീ വിജയിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല. നിന്റെ ഉദ്ദേശം ഞാൻ ഒരിക്കലും വിജയിപ്പിക്കില്ല. എന്റെ ഉദ്ദേശം എന്താണ് രുദ്ര? നിന്റെ മുത്തശ്ശൻ ആ കണ്ടീഷൻ വെച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. എല്ലാം എനിക്ക് മനസ്സിലാകും അന്തര. നിങ്ങളെപ്പോലെയുള്ള ചേരിയിൽ വളർന്ന പെണ്ണുങ്ങളുടെ കപട സ്വഭാവം എനിക്ക് നന്നായി അറിയാം. ഇത് പറഞ്ഞ് രുദ്ര മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അന്തര ഉറങ്ങിക്കിടന്നിരുന്ന അതേ കിടക്കയിൽ ഇന്ന് അവളുടെ സ്വന്തം സഹോദരി കിടക്കുന്നു. അപ്പോഴേക്കും അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അന്തര ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ യഥാർത്ഥ ഡ്രാമ തുടങ്ങി. അന്തര, ഈ സോപ്പ് വാട്ടർ നിലത്തൊഴിച്ചത് എന്തിനാ? ഞാനിപ്പോ ഇവിടെ വീണേനെ. രുദ്ര, രുദ്ര ഇത് നോക്ക്. രുദ്ര ഓടി വന്നു. കൂടെ അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. രുദ്ര, അവൾ എന്നെ വീഴ്ത്തി നമ്മുടെ കുഞ്ഞിനെ വകവരുത്താൻ ശ്രമിക്കുക. രുദ്ര, ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ടില്ല. മിണ്ടിപ്പോവരുത്. എത്ര ധൈര്യമുണ്ട് നിനക്ക് ഇങ്ങനെ തിരിച്ചു പറയാൻ? ഒരു നിമിഷം എന്ത് സംഭവിച്ചാലും രുദ്ര അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലെന്ന് അന്തരയ്ക്ക് തോന്നി. പുറത്തേക്ക് പോ, ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. രുദ്ര പ്ലീസ്, ഞാൻ എവിടേക്കാ പോവേണ്ടത്? രുദ്ര പ്ലീസ്, ഇങ്ങനെ ചെയ്യരുത്. ഞാൻ നിന്റെ ഭാര്യയാണ്. പ്ലീസ് എന്നെ പുറത്താക്കരുത്. നീ പറയുന്നത് പോലെ ഞാൻ ജീവിക്കാം. പ്ലീസ് എന്നെ ഇവിടുന്ന് പുറത്താക്കരുത്. പ്ലീസ് 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 ഡോർ തുറക്ക്. പ്ലീസ്, ഞാനിനി എവിടെ പോകും? അങ്ങനെ അന്തരയെ ആ വീട്ടിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കാനുള്ള ഗായത്രിയുടെ പ്ലാൻ വിജയിച്ചു. തന്റെ വഴിയിലെ മുള്ള് ഇപ്പോൾ നീങ്ങിയെന്ന് അവൾക്ക് തോന്നി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഒരു കാറിന്റെ ഹോൺ ശബ്ദം അവരുടെയെല്ലാം ശ്രദ്ധ പിടിച്ചു. അന്തര കാറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുൻപ് ഒരാൾ അവളെ കാറിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. ആ എക്സ്പെൻസീവ് കാർ വേഗത്തിൽ പുറപ്പെട്ടു. കാറിന്റെ ഡോർ തുറന്നടയ്ക്കുന്ന ആ ചെറിയ നിമിഷത്തിൽ രുദ്രയും മധുവും അകത്തിരിക്കുന്ന ആ വ്യക്തിയെ കണ്ടു. അവരുടെ കാലിനടിയിൽ നിന്ന് നിലം തെന്നിപ്പോയ പോലെയായി. അന്തരയെ കൊണ്ടുപോയത് ആരാണ്? അതൊരു രക്ഷകനായിരുന്നോ? അല്ലെങ്കിൽ മറ്റൊരു കുതന്ത്രത്തിന്റെ ഇരയായി അന്തര മാറാനിരിക്കുകയാണോ? അന്തരയ്ക്ക് ഒരിക്കലെങ്കിലും ഗായത്രിക്ക് തക്ക മറുപടി കൊടുക്കാനാകുമോ? അന്തരയും രുദ്രയും തമ്മിലുള്ള രഹസ്യം എന്താണ്? അല്ലെങ്കിൽ വീണ്ടും ദുഷ്ടത നന്മയെ ജയിക്കുമോ? കാറിനുള്ളിലെ ആ വ്യക്തിയെ കണ്ടപ്പോൾ അന്തര നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങി. ആ വ്യക്തി മറ്റാരുമല്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് തൻവിയായിരുന്നു. തൻവി അന്തരയെ ചേർത്ത് പിടിച്ചു. അന്തര, നിനക്ക് സംഭവിച്ചതെല്ലാം അതിന് നമ്മൾ പ്രതികാരം ചെയ്യും. എനിക്കൊരു പ്ലാനുണ്ട്. പക്ഷേ ആദ്യം നീ എല്ലാം കൃത്യമായി എനിക്ക് പറഞ്ഞു തരണം. എല്ലായ്പ്പോഴും തിളങ്ങിക്കൊണ്ടിരുന്ന അന്തരയുടെ കണ്ണുകൾ ഇപ്പോൾ കരഞ്ഞു വീർത്തിരിക്കുകയാണ്. അവളുടെ മുഖത്ത് വേദന വ്യക്തമായി കാണാം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ആ കൊടുങ്കാറ്റ് അവൾ ഓർക്കാൻ തുടങ്ങി. എനിക്കൊരിക്കലും അമ്മയാവാൻ കഴിയില്ലേ? എന്നാൽ എന്റെ വിവാഹം നടന്നത് ഞാൻ അവനൊരു കുഞ്ഞു കൊടുക്കണമെന്ന ആ ഒരു കണ്ടീഷനിലല്ലേ? റിപ്പോർട്ട് അന്തരയുടെ കയ്യിൽ നിന്ന് തെന്നി വീണു. ഒരു നിമിഷത്തിനുള്ളിൽ അവളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ദുഃഖമായി മാറി.
പ്രശ്നം നിനക്കാണെന്ന് എനിക്ക് ആദ്യം മുതൽ തന്നെ അറിയാമായിരുന്നു. അമ്മ, നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് സംസാരിക്കാം പ്ലീസ്. 4 വർഷമായി നിനക്കൊരു കുഞ്ഞിനെയും ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന്? ഇവിടെ നിനക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? 4 വർഷം എന്നെ അമ്മൂമ്മയാക്കാൻ കഴിയാതിരുന്നപ്പോ ലജ്ജ തോന്നിയില്ലല്ലോ. നീ ഈ വീട്ടിലെ കാല് വെച്ചതു മുതൽ ഞങ്ങളുടെ ഭാഗ്യം കെട്ടുപോയി. തന്റെ അമ്മായിയമ്മയുടെ കുത്തിപ്പറച്ചിലുകൾ സഹിച്ചു നിൽക്കുമ്പോൾ അന്തര ഹോസ്പിറ്റൽ കോറിഡോർ വഴി നടന്നു വരുന്ന തന്റെ ഭർത്താവ് രുദ്രയെ കണ്ടു. രുദ്ര, രുദ്ര, ഞാൻ... രുദ്ര അന്തരയെ തള്ളി മാറ്റി. അവൻ ആവേശത്തോടെ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അമ്മ, റിപ്പോർട്ട് പോസിറ്റീവാണ്. അന്തരയുടെ അമ്മായിയമ്മയുടെ കോപം പെട്ടെന്ന് സന്തോഷമായി മാറി. ദേവിയുടെ അനുഗ്രഹത്തോടെ എന്റെ സ്വപ്നം ഒടുവിൽ സാക്ഷാത്കരിക്കാനിരിക്കുക. ഭർത്താവിന്റെയും അമ്മായിയമ്മയുടെയും പെരുമാറ്റത്തിൽ വന്ന ഈ മാറ്റം കണ്ടപ്പോൾ അന്തരയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും അവളുടെ കസിൻ ഗായത്രി അവിടെ എത്തി. അമ്മായിയമ്മയുടെ കാൽ തൊട്ടു വന്ദിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. നീ ദീർഘായുസോടെ ജീവിക്കട്ടെ. നിന്നിലൂടെയാണ് എന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നത്. രുദ്രയുടെ വംശം മുന്നോട്ട് പോകുന്നത് നിന്നിലൂടെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അന്തരയ്ക്ക് മിന്നൽ പോലെ ഒരു അടിയേറ്റ പോലെ തോന്നി. സ്വന്തം സഹോദരിയെപ്പോലെ കണ്ടിരുന്ന കസിൻ തന്നെയാണ് തന്റെ കുടുംബം തകർത്തതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. നീ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇൻലോസിന്റെ വിചാരം അവരാരാണെന്നാ. വാ, ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. വിധിയിൽ എഴുതിയതൊന്നും ആർക്കും മാറ്റാൻ കഴിയില്ല തൻവി. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ നിന്നോട് ഈ രുദ്ര ആള് ശരിയല്ലെന്ന്. അതുകൊണ്ടാവാം ഞാൻ ഇങ്ങനെയായത്. നീ എപ്പോഴും പറയാറില്ലേ, ഒരു ഡ്രിങ്ക് എടുത്താൽ എല്ലാ ദുഃഖവും മറക്കാമെന്ന്. തൻവി, ഇന്ന് എനിക്ക് എന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കണം. എന്നാ വാ, പോവാം. എങ്ങനെയുണ്ട്? ദീദി, പ്ലീസ് പ്ലീസ്, എന്റെ വയറ്റിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കുഞ്ഞുണ്ട്, അതിനെ കൊല്ലരുത്. എനിക്ക് ഡിവോഴ്സ് വേണം. നീ എന്താ ചെയ്യുന്നത്? വെയിറ്റർ, വെയിറ്റർ, എത്ര കുടിക്കും നീ? വെയിറ്റർ, ഇനി മതി. ഇവളെ റൂം നമ്പർ 607ലേക്ക് കൊണ്ടുപോ. റൂം നമ്പർ 607? പക്ഷേ അത്... വേഗം കൊണ്ടുപോ. അന്തര, നീ ഇവന്റെ കൂടെ പൊയ്ക്കോ. ഞാൻ ATM-ൽ പോയി ക്യാഷ് എടുത്തിട്ട് വരാം. ഓക്കെ? തൻവിയും അന്തരയ്ക്കെതിരെ എന്തെങ്കിലും കുതന്ത്രം ആസൂത്രണം ചെയ്തിരുന്നോ? ആ രാത്രി അന്തര മുഴുവനായും മദ്യത്തിൽ മുങ്ങിപ്പോയിരുന്നു. അവൾ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ അവളുടെ കാലുകൾ പോലും തെന്നിത്തെറ്റി. പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്ന അന്തര തൻവി പറഞ്ഞ റൂമിലെത്തിയപ്പോൾ അവൾക്ക് എന്തോ വിചിത്രമായി തോന്നി. ഒരാൾ അവളുടെ അടുത്തേക്ക് വരുന്നതുപോലെ, ഒരു നിഴൽ പോലെ. അവൾക്കൊപ്പം റൂമിൽ മറ്റാരോ ഉണ്ടെന്നൊരു തോന്നൽ. ആദ്യം ഒരു നിഴൽ മാത്രമായി തോന്നിയെങ്കിലും പെട്ടെന്നത് വ്യക്തമായി നിലത്തിൽ കാണപ്പെട്ടു. ഭയത്തിലും ആശങ്കയിലും മുങ്ങി അന്തര ബോധം കെട്ട് വീണു.
അടുത്ത ദിവസം രാവിലെ അന്തര ഉണർന്നപ്പോൾ അവളുടെ തല കറങ്ങാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി അവൾ വളരെയധികം കുടിച്ചതുകൊണ്ട് റൂമിലേക്ക് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് ഒന്നും അവൾക്ക് ഓർമ്മയില്ല. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ വയറിന് സമീപം ഒരു വിചിത്രമായ ഭാരമുണ്ടെന്ന് അവൾക്ക് തോന്നി. തന്റെ വയർ വീർത്ത് മുന്നോട്ട് തള്ളിയ നിലയിൽ കണ്ടപ്പോൾ അവൾക്ക് ഭയം കൂടാൻ തുടങ്ങി. ഭീതിയിൽ മുഴുകി അവൾ മിററിന്റെ മുന്നിലേക്ക് ഓടിപ്പോയി. അതിൽ കണ്ടത് അവളെ മുഴുവനായും ഞെട്ടിച്ചു. അവളുടെ തോളിലും പുറകിലും വിചിത്രമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന അന്തരയ്ക്ക് കഴിഞ്ഞ രാത്രിയിൽ എന്തോ സംഭവിച്ചിരുന്നു. നമുക്ക് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാനാകാത്ത ഒന്നാണത്. എന്റെ വയറ് ഇതെങ്ങനെ ഇങ്ങനെ വീർത്തു? ഇവിടെ എന്റെ തോലിലുള്ള ഈ അടയാളങ്ങള് ഇതെന്താ? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എനിക്ക് എന്തുകൊണ്ടാ ഒന്നും ഓർമ്മയില്ലാത്തത്? ഒരു രാത്രി കൊണ്ട് തന്നെ അന്തര എങ്ങനെ ഗർഭിണിയായി? അവൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവളുടെ തോളിലെ ആ അടയാളത്തിന്റെ അർത്ഥം എന്താണ്? തൻവിയും ഇതിൽ പങ്കാളിയാണോ? കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ഓർക്കാൻ അന്തര ഏറെ ശ്രമിച്ചു. പക്ഷെ അവൾക്കൊന്നും ഓർമ്മയിൽ വന്നില്ല. എന്റെ ഫോൺ. അവൾ ഫോൺ പരിശോധിച്ചപ്പോൾ തൻവിയുടെ 45 മിസ്ഡ് കോൾ ഉണ്ടെന്ന് കണ്ടു. അതിനിടയിൽ വീണ്ടും ഫോൺ റിങ് ചെയ്തു. എവിടെയായിരുന്നു നീ ഇതുവരെ? ഇന്നലെ രാത്രി മുതൽ ഞാൻ നിന്നെ തെരയാ. ഞാൻ ഹോട്ടൽ റൂമിലാണെന്ന് തോന്നുന്നു. നിന്റെ റൂം നമ്പർ ഒന്ന് നോക്കി പറ. 607. റൂം നമ്പർ 607 എന്ന് കേട്ടപ്പോൾ തൻവിക്കൊരു വലിയ ആശ്വാസം തോന്നി. ഓക്കെ, ഫൈൻ. അവൾ ഉടൻ തന്നെ അന്തരയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. നീ എന്ത് ഈ കോലത്തില്? നിന്റെ വയർ ഇങ്ങനെ വീർത്തു? വാ, ഇപ്പൊ തന്നെ ഡോക്ടറെ കാണാം. റിപ്പോർട്ട്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ 7 മാസം പ്രഗ്നന്റ് ആണ്. ഒരു വശത്ത് അന്തര ഞെട്ടലിലായിരുന്നു. ഒരാൾ പോലും തൊടാതെ എങ്ങനെ അവൾ പെട്ടെന്ന് 7 മാസം പ്രഗ്നന്റ് ആയി? മറ്റൊരു വശത്ത് പ്രഗ്നൻസി കൺഫേം ആയതോടെ തൻവിക്ക് വളരെ സന്തോഷമായി. പ്ലീസ് പറയൂ തൻവി, ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചത്? എല്ലാം ഞാൻ പറയാം അന്തര. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? തൻവിയുടെ കണ്ടീഷൻ കേട്ടപ്പോൾ അന്തര പറഞ്ഞു, നീ എന്താ പറയുന്നത് തൻവി? നീ ഇന്നലെ രാത്രിയിലെ സത്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ കണ്ടീഷൻ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. ആ കണ്ടീഷൻ എന്തായിരുന്നു? അന്തരയ്ക്ക് ഇന്നലെ രാത്രിയിലെ സത്യം കണ്ടെത്താൻ കഴിയുമോ? ഒരു വശത്ത് അന്തര സത്യം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വശത്ത് രുദ്ര ഗായത്രിയെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാൻ കൊണ്ടുപോയിരുന്നു. പഴയ പോലെ തന്നെ ഗായത്രി പുതിയ ഡ്രാമ തുടങ്ങുകയും ചെയ്തു. എല്ലാം ഫൈനാണ്, പക്ഷെ ഒരു ദിവസം ഒബ്സർവേഷനിൽ വെക്കണം. താങ്ക് യു ഡോക്ടർ. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല രുദ്ര. ഇല്ല, ഒട്ടും വിഷമിക്കണ്ട. ഞാൻ ഉണ്ടാവുമ്പോ അന്തരയോ മറ്റാരെങ്കിലും നമ്മുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. നീ ടെൻഷൻ അടിക്കണ്ട. ഞാനില്ലേ നിന്റെ കൂടെ. നിന്നെ ഞാൻ നോക്കിക്കോളാം. നീ റെസ്റ്റ് എടുക്ക്. ഞാൻ ജ്യൂസ് കൊണ്ടുവരാം. ഓക്കെ? എന്താ ഫോട്ടോസ് ഇതുവരെ അയക്കാത്തത്? പെണ്ണില്ലാതെ ഫോട്ടോസ് എങ്ങനെ അയക്കും? ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ അവളെ തിരഞ്ഞു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എവിടെയാണ് അവളിപ്പോ പോയത്? എന്റെ കൈയിൽ കിട്ടിയ ഞാൻ അവളെ പാടെ നശിപ്പിക്കും. അതിനിടയിൽ അന്തരയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. റൂം നമ്പർ 602 10 പേർ നിന്നെ ദുരുപയോഗം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അവരെ അയച്ചത് ഗായത്രിയാണ്. എന്ത്? നീ ആരാ? ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം? ഇന്നലെ രാത്രി നിന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഞാനാണ്. നിന്റെ ജീവിതം മുഴുവനായി മാറാൻ പോവുകയാണ്.
ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചത്? ഒരു രാത്രി കൊണ്ട് എങ്ങനെയാ ഞാൻ 7 മാസം പ്രഗ്നന്റ് ആയെന്ന് നിനക്കറിയാമോ? എല്ലാം എനിക്കറിയാം. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ നീ തയ്യാറാണെങ്കിൽ എന്നെ വിളിക്കേ. ശാന്തമായി ചിന്തിക്കേ. തീരുമാനം നിന്റേതാണ്. നിനക്ക് നേരിട്ട എല്ലാ അനീതിക്കും ഞാൻ പ്രതികാരം ചെയ്യും. നിനക്ക് നിന്റെ അവകാശം ഞാൻ നേടിത്തരും. നിന്റെ സ്വന്തം മിസ്റ്റർ ഷാഡോ. ഈ മിസ്റ്റർ ഷാഡോ ആരാണ്? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എനിക്ക് എന്താ ഒന്നും ഓർമ്മയില്ലാത്തത്? മിസ്റ്റർ ഷാഡോയ്ക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ കഴിയൂ. പേടിയും ആശങ്കയും നിറഞ്ഞ അവസ്ഥയിൽ ഒടുവിൽ അന്തര മിസ്റ്റർ ഷാഡോയെ വിളിച്ചു. ഹലോ അന്തര, നീ വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പറയൂ, എന്താണ് നീ തീരുമാനിച്ചത്? നീ ആരാ? നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടത്? എനിക്ക് സംഭവിച്ച എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ നീ എന്തിനാ തയ്യാറാവുന്നത്? ഞാൻ നിന്റെ സുഹൃത്തോ ശത്രുവോ അത് സമയം തന്നെ തെളിയിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്ക്, ഇപ്പോൾ നിന്റെ എല്ലാ ശത്രുക്കളും എന്റെയും ശത്രുക്കളാണ്. നിനക്ക് നേരിട്ട അനീതിക്ക് ഞാൻ പ്രതികാരം ചെയ്യുന്നതുവരെ. മിസ്റ്റർ ഷാഡോ ആരാണ്? അന്തരയിൽ നിന്ന് ഇനി അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അന്തരയ്ക്ക് നേരിട്ട അനീതിക്ക് പ്രതികാരം ചെയ്യാൻ അവൻ എന്തുകൊണ്ട് തയ്യാറാകുന്നു? ആ രാത്രിയിൽ അന്തരയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം കൊണ്ട് എങ്ങനെ അന്തര 7 മാസം ഗർഭിണിയായി? അവളുടെ തോളിലെ ആ അടയാളത്തിന്റെ അർത്ഥം എന്താണ്? തൻവിയും ഇതിൽ പങ്കാളിയാണോ? അവൾ അന്തരയുടെ മുന്നിൽ വെച്ച കണ്ടീഷൻ എന്താണ്? ഇനി അന്തരയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയാൻ കേൾക്കൂ മിസ്റ്റർ ഷാഡോ പോക്കറ്റ് FM-ൽ മാത്രം. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.